ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ വിഷ്ണു ഗംഗാധർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ലാൻഡ്. ഓക്കെ, അപ്പം നമ്മളെന്നൊരു വെറൈറ്റി സാധനം എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കാൻ, പക്ഷേ ഒന്നും വെറൈറ്റി ആയിട്ടൊന്നുമില്ല. സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും പല രീതിയിൽ, പല നാട്ടിൽ, പല ഫ്ലേവറുകളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇന്നിവിടുന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം സംഭവം എന്തുവാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലേ സസ്പെൻസ് ഞാനങ്ങ് പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, വെജിറ്റബിൾ പപ്സാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഇത് ഇങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളത് അറിയാത്തവർക്ക്, എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് അത് മനസ്സിലായിക്കോട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. മാവ് കുഴയ്ക്കുകയാണ്. മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മൈദമാവും പഞ്ചസാരയും ഡാൽഡയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് മാവ് തയ്യാറാക്കുന്നത്. ഡാൽഡയാണല്ലേ, ഡാൽഡ മാവിൽ മിക്സ് ചെയ്യാണ്. ഇത് എന്തിനുള്ള മാവായിരിക്കും? പപ്സിൻ്റെ അല്ലേ?
ടെമ്പറേച്ചറാണ് കേട്ടോ. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. കുറച്ചൊക്കെ ഏകദേശം പരുവായിരിക്കും. മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കും അല്ലേ? എന്തെങ്കിലും മാറ്റി വെക്കണം. കുറച്ചുകൂടെ ആവാണ്ടോ? 5 മിനിറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ വെജിറ്റബിൾ പപ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നിസ്സാര കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ളത് വെച്ചൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കാം, ഏത് രീതിയിലും ഉണ്ടാക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നില്ലേ, നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരായിരിക്കില്ല വേറെ സ്ഥലത്ത് ചെല്ലുമ്പം. അതുപോലെ തന്നെ ഒരു നാട്ടിൽ തന്നെ പല പേര് വിളിക്കുന്ന, പല ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന, ഒരേ ടേസ്റ്റുള്ള പല ആഹാര സാധനങ്ങളുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് അറിയാത്തവർ ഇതൊന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.